ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്, വറുത്തരച്ച മുട്ടക്കറി. അതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ചിരകിയ തേങ്ങ 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അത് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി 3 എണ്ണം, പിന്നെ കറിവേപ്പില തണ്ടോട് കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. തേങ്ങയൊക്കെ നന്നായി മൂത്ത് കെട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഞാനിവിടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടിയെല്ലാം നന്നായി മൂത്തു. ഇനി ഇത് ചൂടാറാൻ വയ്ക്കാം. ആറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പരപ്പ് തയ്യാറായിട്ടുണ്ട്. കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം ഇത് നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതിട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി 6 എണ്ണം, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, അതും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് മൂത്ത് വന്നു. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. തക്കാളി നന്നായി വെന്ത് വന്നു. ഇനി അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓരോരുത്തരുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് കറിയുടെ തിക്നെസ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കറി തിളച്ച് വന്നു. ഇനി അതിലേക്ക് 4 മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒന്ന് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുട്ട, ഉള്ളിൽ നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാനിവിടെ കുറച്ച് ഗ്രേവി കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്, കാരണം ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യണം. കാരണം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ കറി തയ്യാറായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി തയ്യാറായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.